ആശയം വാസ്തവത്തിൽ കേസരി ഇതിൽ പറയുന്നുണ്ട്. ഒരു കലാവസ്തു പ്രവർത്തിക്കുന്നത് അതിൻ്റെ ആന്തരിക ബലം കൊണ്ടല്ല, അതിൻ്റെ സാമൂഹികമായ വിനിമയ ബലം കൊണ്ടാണ്. ആ വിനിമയ ബലം വസ്തുവിനുള്ളിലല്ല, ബന്ധത്തിനുള്ളിലാണ് എന്ന് പറയാം. ഇങ്ങനെ പ്രസ്ഥാനം എന്ന് പറയുന്നതിന് വിശാലമായ അർത്ഥത്തിൽ ഒരു കാലത്തിൻ്റെ സാമൂഹ്യ ചരിത്ര ബന്ധങ്ങളുടെ ആകമാനമുള്ളൊരു പടക്കളമായിട്ട് കണ്ട് ആ പടക്കളത്തിൻ്റെ നടുവിൽ കലാവസ്തുവിനെ പ്രതിഷ്ഠിക്കുന്നതാണ് വാസ്തവത്തിൽ കേസരിയുടെ പ്രസ്ഥാന വിമർശനം. അതൊരു സാങ്കേതിക കാര്യപരിപാടിയല്ല. ഈ പ്രസ്ഥാന വിമർശനത്തിന് ഒരാൾ ഒരുങ്ങി പുറപ്പെടണമെങ്കിൽ അയാൾക്ക് നിരൂപണത്തിന് ഇറങ്ങുന്ന ആൾക്ക് കല മാത്രം അറിഞ്ഞാൽ പോരാ. കാരണം കല രൂപപ്പെടുന്നത് കല കൊണ്ട് മാത്രമല്ല. അനവധി വിജ്ഞാന ശാഖകളിൽ ഒരേ സമയത്ത് അറിവുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ കൺവെർജൻസിനെ മനസ്സിലാക്കാൻ പറ്റും. ആ കൺവെർജൻസ് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കല മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് കലാവിജ്ഞാനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ വിപുലമായ ഈ റിലേഷനെ മനസ്സിലാക്കലാണ്. അതിൻ്റെ ഒരു ക്ലാസിക്കൽ ഉദാഹരണം പൊറ്റക്കാടിൻ്റെ പൗർണമി എന്ന കഥാസമാഹാരത്തിൻ്റെ നിരൂപണത്തിൽ കേസരി നടത്തുന്നുണ്ട്. വായിച്ചാൽ നമുക്കിപ്പോഴും അസ്വാസ്ഥ്യം തോന്നും. അതായത് പൗർണമി എന്ന കഥാസമാഹാരത്തിൽ ഒരു കഥ ഈ കുഷ്ഠരോഗിയെക്കുറിച്ചാണ്. അപ്പോൾ കുഷ്ഠരോഗം മാറാത്തൊരസുഖമാണ് എന്ന അസംഷനിലാണ് കഥ എഴുതപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് കുഷ്ഠരോഗം വന്ന ഒരാളെ ഒരു ട്രാജിക് ഹീറോ ആയിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് കഥ പോകുന്നത്. കേസരി കഥയുടെ ഉള്ളടക്കവും അതിനെക്കുറിച്ചുള്ള തൻ്റെ ചില നിരീക്ഷണങ്ങളും 1-2 പാരഗ്രാഫിലായിട്ട് പറഞ്ഞിട്ട് പിന്നെ ഏതാണ്ട് 9 പാരഗ്രാഫിൽ പുള്ളി ചർച്ച ചെയ്യുന്നത് വാസ്തവത്തിൽ പൊറ്റക്കാടിന് ഇതിൽ പറ്റിയിട്ടുള്ളൊരു പെശക് കുഷ്ഠരോഗം മാറാവുന്ന ഒരു അസുഖമായി കഴിഞ്ഞു എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല എന്നതാണ്. കുഷ്ഠരോഗ ചികിത്സ കുഷ്ഠത്തെ ചികിത്സിച്ചു മാറ്റാവുന്ന ഒരു അസുഖമാക്കി, അങ്ങനെ ചികിത്സിച്ചു മാറ്റാവുന്ന ഒരു അസുഖത്തെ മുൻനിർത്തി നിങ്ങളൊരു ട്രാജിക് ഹീറോയിനെ വിഭാവനം ചെയ്താൽ ആ ട്രാജഡി നിൽക്കില്ല. പിന്നെ 4 പേജ് കഥാനിരൂപണത്തിൽ കുഷ്ഠരോഗ ചികിത്സയുടെ ചരിത്രം. അതുകൊണ്ട് 4.5 പേജ് കഥാനിരൂപണം, 1/2 പേജ് കഥ, 4 പേജ് കുഷ്ഠം. ഇത് കഥാനിരൂപണമാണോ എന്നൊരാൾക്ക് ന്യായമായിട്ടും സംശയിക്കാം. പക്ഷെ കേസരി പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഈ സമകാലിക ജ്ഞാനത്തിൽ തിരിച്ചറിവില്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന കഥ ഇങ്ങനെ ചരിത്രത്തിൽ തട്ടി വീഴും. അങ്ങനെ തട്ടി വീണ കഥയായിട്ടാണ് ഈ പൗർണമിയെക്കുറിച്ച് കേസരി എഴുതുന്നത്. ഇത് കേസരി ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും അദ്ദേഹം ഈ തന്ത്രം ഉപയോഗിക്കുന്നു. മനഃശാസ്ത്രം, ഭാഷാശാസ്ത്രം, നരവംശാസ്ത്രം, മിത്തോളജി, പുരാവസ്തു വിജ്ഞാനം, പ്രാക്ചരിത്രം, ആധുനിക ശാസ്ത്രം, ഇങ്ങനെ എത്രയോ വിജ്ഞാന മേഖലകളിലെ അറിവുകളെ കലാനിരൂപണത്തിലേക്കും സാഹിത്യ വിചാരത്തിലേക്കും കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം തൻ്റെ സാഹിത്യ സങ്കല്പം വികസിപ്പിച്ചെടുത്തത് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു കലാവസ്തു എന്ന് പറയുന്നത് അതിനുള്ളിൽ ഉള്ള ഒന്നല്ല, അതൊരു ലോകബന്ധമാണ്. ആ ലോകബന്ധത്തെ രൂപപ്പെടുത്തിയ ഘടകങ്ങളെ എല്ലാം പിന്തുടർന്ന് ചെല്ലാനുള്ള ശേഷി ഒരു നിരൂപകൻ ആവശ്യമുണ്ട് എന്നാണ് കേസരി കരുതിയത്. അല്ലാതെ ആ കലാവസ്തുവിനെ അതുമാത്രമായി തെറ്റിദ്ധരിക്കുന്ന നിരൂപണത്തെ അദ്ദേഹം 3-ാംകിട നിരൂപണം എന്നാണ് വിളിച്ചത്. താൻ വായിച്ചപ്പോൾ തനിക്കുണ്ടായ രസാനുഭവത്തെക്കുറിച്ച് പറയുന്ന നിരൂപണത്തെ അദ്ദേഹം ഇംപ്രഷനിസ്റ്റിക് വിമർശനം എന്ന് വിളിച്ചു. അത് നിരൂപണത്തിലെ ഏറ്റവും മോശപ്പെട്ട സമ്പ്രദായമാണ് എന്ന് പറയുകയും ചെയ്തു. വാസ്തവത്തിൽ നിരൂപണം മികച്ചതാകുന്നത് അതിനെ സാങ്കേതികമായി മനസ്സിലാക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങൾക്ക് അദ്ദേഹം സാങ്കേതിക നിരൂപണം, കുറെ കൂടി സാങ്കേതിക നിരൂപണം എന്ന് പേരിട്ടത്. ഇത്ര അനാകർഷകമായി പേരിടാൻ പറ്റുമെന്നുള്ളത് വലിയ പ്രശ്നമാണ്. പിന്നെ അതുപോലെ പേരിട്ടത് NV കൃഷ്ണമാര്യ, നീണ്ട കവിതകൾ, കുറെ കൂടി നീണ്ട കവിതകൾ എന്ന് അദ്ദേഹവും ഇതുപോലെ പേരിട്ടിട്ടുണ്ട്. അവർ തമ്മിൽ ചില ചേർച്ചകളും ഉണ്ട്. കുറെ കൂടി നീണ്ട കവിതകൾ എന്നാണ്. കവിതയ്ക്ക് കുറെ കൂടി നീളം കൂടിയെന്നാണോ അതോ നീണ്ട കവിതകൾ കുറെ കൂടിയാണോ എന്നൊക്കെ. വാസ്തവത്തിൽ ചങ്ങമ്പുഴയോടുള്ളൊരു യുദ്ധമാണ് ഇതെല്ലാം, ഈ പേരൊക്കെ. കാരണം അപ്പുറത്ത് മനസ്സിനെ സ്പന്ദിക്കുന്ന അസ്ഥിമാണെന്നൊക്കെയാണല്ലോ, അപ്പോഴാണ് ഇപ്പുറത്ത് നീണ്ട കവിതകൾ. വളരെ ഫ്ലാറ്റാക്കുകയാണ് എല്ലാ അലങ്കാരത്തെയും. ഇപ്പോൾ കൊച്ചുതോമൻ തുടങ്ങുന്നത് മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കാനനച്ചായയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ എന്നൊക്കെ ഇങ്ങനെ കാൽപ്പനികത തള്ളി നിൽക്കുന്ന കാലത്താണല്ലോ. ഓടുവാൻ തുടങ്ങിയ വൈദ്യുത തീവണ്ടിയിൽ പാടവമോടെ 2-ാം ക്ലാസ്സിലേക്ക് ഏറി തൊമ്മൻ. ഒരു റിപ്പോർട്ടിൻ്റെ ആദ്യ വാചക. എടശ്ശേരി പിന്നീട് ഒരു എഞ്ചിനീയർ റിപ്പോർട്ട് പോലെയാണല്ലോ കുറ്റിപ്പുറം പാലം എഴുതുന്നത്. 23 ലക്ഷം ഇപ്പോൾ ചെലവാക്കി നിർമ്മിച്ച പാലത്തിന്മേൽ അഭിമാനപൂർവ്വം ഞാൻ ഏറി നിൽപ്പാണ് അടിയിലെ പേരാറ് നോക്കി നോക്കി. വാസ്തവത്തിൽ ആ ഉദ്ഘാടന സമ്മേളനത്തിൽ ചീഫ് എഞ്ചിനീയർ വായിക്കുന്ന റിപ്പോർട്ടിൻ്റെ ആദ്യ വരിക
കവിതയുടെ ഒന്നാമത്തെ വാക്യം. 23 ലക്ഷം ഇപ്പോൾ ചെലവാക്കി നിർമ്മിച്ച പാലത്തിന്മേൽ. ഞാൻ പറയുന്നത് ഇതൊരു ശൈലിയുടെ മാത്രം പ്രശ്നമല്ല. എന്താണ് അനുഭവം എന്ന ചോദ്യത്തിന് ഉള്ളൊരു ഉത്തരം ഈ കവിതയിൽ, ഈ വാക്യങ്ങളിലുണ്ട്. അതുപോലെയാ നിരൂപണം എന്ന് പറയുന്നത് എന്താണ്? ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ലാതെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സാങ്കേതിക നിരൂപണങ്ങൾ, കുറെ കൂടി സാങ്കേതിക നിരൂപണങ്ങൾ എന്ന് ശീർഷകമിടുന്നത്. ഇത് നിരൂപണത്തെക്കുറിച്ചുള്ള ഒരു നിരൂപണം ഒരു വളരെ സമഗ്രമായൊരു കാഴ്ചയാണ് എന്നൊരു കാഴ്ചപ്പാടാണ് കേസരിക്കുള്ളത്. അത് സങ്കേതത്തെ മനസ്സിലാക്കണം. കേസരി ചരിത്രം പ്രവർത്തിക്കുന്നത് പ്രമേയത്തിലൊന്നുമല്ല, സങ്കേതത്തിലാണ്. അതുകൊണ്ട് രൂപത്തെയും സാങ്കേതികതയെയും തിരിച്ചറിയുകയും അതിലെ ചരിത്രബന്ധത്തെ മനസ്സിലാക്കുകയുമാണ് നിരൂപണത്തിൻ്റെ ദൗത്യം. അല്ലാതെ ആശയം കണ്ടുപിടിച്ച് വിശദീകരിക്കലല്ല. അതിലൊന്നും ഒരു അർത്ഥമില്ല എന്ന് കേസരി പറയുന്നുണ്ട്. അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. കാളിദാസന്റെ ശൈലി മഹാരീതിയാണ്, ഷേക്സ്പിയറോടും ദാന്തയോടും ഒപ്പം പോകുന്നതാണ്. പക്ഷെ ജീവിത വീക്ഷണം വളരെ യാഥാസ്ഥിതികമാണ് എന്നാണ് കേസരി കാളിദാസനെ കുറിച്ച് എത്രയോ മുമ്പ് പറയുന്നത്. ഇത് കേസരിയുടെ ഒരു സവിശേഷമായ രീതിയാണ്. അതുകൊണ്ട് നിരവധി വിജ്ഞാനങ്ങളിലൂടെ ആ വിജ്ഞാനങ്ങളൊക്കെ മനുഷ്യാവസ്ഥയെ വിശദീകരിക്കാൻ, യാഥാർത്ഥ്യത്തെ വിശദീകരിക്കാൻ നാം ഉണ്ടാക്കിയ വഴികളാണ്. ആ വഴികളിലൂടെയൊക്കെ കലയിലേക്ക് ചെല്ലണം. കാരണം കല അതിനെയൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. അതിൽ മനോവിജ്ഞാനത്തിന്, പ്രാക്ചരിത്രത്തിന്, പുരാവിജ്ഞാനത്തിന്, നരവംശാസ്ത്രത്തിന് ഒക്കെ പങ്കുണ്ട്. ഇതെല്ലാം അറിയുന്ന ഒരാളെ വാസ്തവത്തിൽ ഈ സാഹിത്യത്തെ വിശദീകരിക്കാൻ പറ്റൂ. കാരണം സാഹിത്യം, കല ഏറ്റവും ആഴത്തിൽ ചരിത്രപരമായ ഒന്നാണ്. ഏറ്റവും ആഴത്തിൽ ചരിത്രപരം എന്നതിൻ്റെ അർത്ഥം ചരിത്രവിജ്ഞാനത്തിൻ്റെ പകർപ്പാണ് എന്നല്ല, ചരിത്രവിജ്ഞാനം പറയാതെ വിട്ട ചരിത്രത്തിൻ്റെ ലോകമാണ് കലയുടെ ലോകം. ഇതാണ് കേസരിയുടെ കാഴ്ച. അതുകൊണ്ട് ഇപ്പം അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം, കുറേ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ സുന്ദരകല പാശ്ചാത്യവും പൗരസ്ത്യവും എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പ്രബന്ധം എടുത്താൽ എന്തുകൊണ്ടാണ് ഈ ബംഗാളിൽ ശില്പകലയിൽ സൂക്ഷ്മാലങ്കാരങ്ങൾ ഉണ്ടാവാതെ പോയത്, എന്തുകൊണ്ടാണ് യൂറോപ്പിലും നമ്മുടെ വിജയനഗര മേഖലകളിലുമൊക്കെ സൂക്ഷ്മാലങ്കൃത ശില്പങ്ങൾ ഉണ്ടായത് എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. അതിന് അദ്ദേഹം ഉത്തരം പറയുന്നത് ഇവിടെ രണ്ടിടത്തും സാൻഡ്സ്റ്റോൺ ലഭ്യമാണ്. സോപ്പ് സ്റ്റോൺ എന്ന് പറയുന്ന വളരെ മൃദുവായ ശില ലഭ്യമാണ്. മൃദുവായ ശിലയുടെ ഗുണം എന്താണ്? എത്ര വേണമെങ്കിലും കാർവ് ചെയ്യാം. ബംഗാളിൽ പക്ഷേ കിട്ടുന്ന കല്ല് ഗ്രാനൈറ്റ് പോലത്തെ കഠിന ശിലയാണ്. അതിൽ കൊത്താൻ പറ്റില്ല, കൊത്തിയാൽ ചെതറിപ്പോവും. അതുകൊണ്ട് കലയിൽ സൂക്ഷ്മാലങ്കാരം ഉണ്ടാകുന്നത് ശില്പിയുടെ മികവ് കൊണ്ട് മാത്രമല്ല, കല്ലിൻ്റെ തരം കൊണ്ടുമാണ്. അതുകൊണ്ട് കലാനിരൂപണത്തിനിറങ്ങുന്ന, ശില്പകലാനിരൂപണത്തിനിറങ്ങുന്ന ആള് ശൈലീ വിജ്ഞാനം മാത്രം പഠിച്ചാൽ പോരാ, ശില്പശൈലിയെക്കുറിച്ച് മാത്രം പഠിച്ചാൽ പോരാ, ജിയോളജി കൂടി അറിയണം. ഇതാണ് പ്രശ്നം. ഏത് കല്ല് എവിടെ കിട്ടും, ഏത് കല്ല് എവിടെ കിട്ടുമെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് എന്തുകൊണ്ട് ശില്പം അവിടെ ഇങ്ങനെയായി ഇവിടെ ഇങ്ങനെയായില്ല. ഇന്ത്യയിലെ ശില്പകലയിൽ ആധ്യാത്മികത്വം കൂടി നിൽക്കുന്നതിൻ്റെ കാരണം കേസരി കണ്ടെത്തുന്നത് വിഷ്ണുധർമ്മോത്തരം നൽകുന്ന നിർദ്ദേശങ്ങളിൽ ലൗകിക കല മരത്തിലും അധ്യാത്മകല കല്ലിലും കൊത്താനുള്ള നിർദ്ദേശമാണ്. മതാത്മക കല കല്ലിൽ കൊത്തുമ്പോൾ കല്ലിലെ ശില്പം ദീർഘകാലം നിലനിൽക്കും. ലൗകിക കല മരത്തിലാണ് കൊത്തിയത്, മരം 300-400 കഴിയുമ്പോൾ ദ്രവിച്ചു പോകും. അതുകൊണ്ട് ഇന്ത്യയിലെ കലയിൽ ലൗകികത തെളിയാത്തതിന് കാരണം ഇന്ത്യയുടെ കലാനിർമ്മാണ രീതിയിൽ ഈ ലൗകിക കല മരവുമായി ബന്ധപ്പെട്ട് നിന്നതാണ് എന്ന് കേസരി പറയുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞാലേ നിങ്ങൾക്ക് ഈ ഇന്ത്യയുടെ കലാപാരമ്പര്യത്തിൻ്റെ ആധ്യാത്മിക മഹത്വം എന്ന അബദ്ധത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റൂ എന്ന് കേസരി പറയുന്നു. ഇങ്ങനെ മീഡിയത്തെ നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സങ്കേതത്തെ മനസ്സിലാക്കുക. ഇപ്പം അദ്ദേഹം തന്നെ രസമുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ യവനര് ദൈവത്തെ ഉണ്ടാക്കിയപ്പോൾ അവർ മാനുഷികമായ ശേഷിയുടെ മഹത്വത്തിലാണ് ദൈവികത എന്ന് കണ്ടതുകൊണ്ട് മനുഷ്യരൂപത്തിൻ്റെ ബൃഹത് മാതൃകകളെ ദൈവരൂപമാക്കി മാറ്റി. അതുകൊണ്ട് മനുഷ്യൻ്റെ രൂപത്തിൻ്റെ തന്നെ പെരുപ്പമാണ്, അതിൻ്റെ ശക്തിയുടെ പെരുപ്പം, അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ പെരുപ്പം, അതിൻ്റെ ബുദ്ധിയുടെ പെരുപ്പം, ഇതെല്ലാമാണ് യവന പാരമ്പര്യത്തിലെ ദൈവം. മറിച്ച് ഇന്ത്യക്കാരാകട്ടെ മാനുഷിക രൂപത്തിൻ്റെ ഡിസ്റ്റോർഷൻസാണ് ദൈവമായിട്ട് കണ്ടത്. അതുകൊണ്ട് ഒരു തലയ്ക്ക് പകരം 3 തല, 2 കൈക്ക് പകരം 4 കൈ, 8 കൈ, 16 കൈ, ആനയുടെ തലയും മനുഷ്യൻ്റെ ശരീരവും ചേർന്നുള്ള ഡിസ്റ്റോർട്ടഡ് ഫോംസ് ആണ് കലയായി, ദൈവഭാവനയായി ഇവിടെ വന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഹിന്ദുക്കൾ ദൈവങ്ങളെ രൂപപ്പെടുത്തിയത് മനുഷ്യരൂപത്തിൻ്റെ വികൃതവൽക്കരണം വഴിയാണ്, യവനർ ചെയ്തത് ബൃഹദീകരണം വഴിയാണ്.
ഇത് രണ്ട് മനോഭാവങ്ങളാണ്, ഇത് രണ്ട് കലാരീതികളും രണ്ട് ദൈവസങ്കല്പങ്ങളുമായിട്ട് മാറി. ഇന്ത്യക്കാരുടെ പുനർജന്മബോധമാണ് ഇന്ത്യയിൽ ട്രാജഡികൾ ഉണ്ടാകാതിരിക്കുന്നതിനും ഇന്ത്യയിൽ യൂറോപ്പിലെന്ന പോലെ ബൃഹത്തായ മരണാനന്തര സ്മാരകങ്ങൾ ഉണ്ടാകാതിരുന്നതിനും കാരണം എന്ന് അദ്ദേഹം പറയുന്നു. കാരണം മരിച്ചവരൊക്കെ അടുത്ത ആഴ്ച വീണ്ടും വരാനുള്ളതുകൊണ്ട് മരിച്ചവർക്ക് സ്മാരകം ഉണ്ടാക്കേണ്ട കാര്യമില്ല. മറിച്ച് ഇസ്ലാമിക ക്രൈസ്തവ വിശ്വാസം അനുസരിച്ചവർ മരിച്ചവർ എന്നേക്കുമായിട്ട് മരിച്ചു പോവുകയാണ്. അതുകൊണ്ട് അവർക്ക് സ്മാരകം വേണം. അതുകൊണ്ട് താജ്മഹലും അതുപോലുള്ള മഹാസ്മാരകങ്ങളും ഉണ്ടായി. ഹിന്ദുക്കൾ അതുണ്ടാക്കിയില്ല. കാരണം പുനരഭിജനനം, പുനരഭിമരണം. ഇങ്ങനെ ഒരു ജനതയുടെ സവിശേഷമായ മതബോധം എങ്ങനെയാണ് അവരുടെ കലാരൂപമായി തീരുന്നത്? എങ്ങനെയാണ് രൂപനിർമ്മാണത്തിൽ ദൈവത്തെ അരൂപിയായി സങ്കല്പിച്ചതുകൊണ്ട് ഇസ്ലാമിക വാസ്തുശില്പം ഉടനീളം ഗോളാകാരങ്ങൾ വന്നു നിറഞ്ഞത്? കാരണം രൂപരാഹിത്യത്തിൻ്റെ രൂപമാണ് ഗോളം. രൂപരാഹിത്യമാണ് ദൈവമെങ്കിൽ രൂപരാഹിത്യത്തിൻ്റെ രൂപമായിട്ട് ഗോളം വരുന്നു. കേസരി പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ദൈവത്തെ അരൂപിയായി സങ്കല്പിക്കുന്ന ഇസ്ലാമിക പാരമ്പര്യത്തിൽ ഉൾപ്പെട്ട ഉസ്താദുമാർ ആലപിക്കുന്നത് കൊണ്ടാണ് ഹിന്ദുസ്ഥാനി സംഗീതം അർത്ഥത്തെ ശബ്ദമാക്കുന്ന ആലാപനത്തെ കൂടുതൽ സ്വീകരിക്കുന്നത്. നിങ്ങൾ ഹിന്ദുസ്ഥാനി ഗാന രീതി കേട്ടാൽ ഹിന്ദുസ്ഥാനിയിൽ നിന്ന് അതിനും ടെക്സ്റ്റ് ഉണ്ട്, പക്ഷെ ആ ടെക്സ്റ്റ് നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പം ജഗതോദ്ധാരണ എന്നൊരു വാക്കിൽ ഒരു കൃതി തുടങ്ങുന്നത് പോലെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ആലപിക്കപ്പെടുന്ന ഒരു പാട്ടിലെ ആദ്യത്തെ വാക്ക് ഏതാണ്, വരി ഏതാണ് എന്ന് കേൾവിന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അർത്ഥത്തെ ശബ്ദമായി ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കും, ശബ്ദമായി ഇങ്ങനെ പരത്തും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാനിയുടെ ആലാപനത്തിൽ ഏർപ്പെടുന്ന വലിയൊരു വിഭാഗം ദൈവത്തെ സരൂപിയായി സങ്കല്പിക്കാൻ വിമുഖമായ ഇസ്ലാമിക പാരമ്പര്യത്തിൽപ്പെട്ടവരാണ്. പക്ഷേ കൃതി ദൈവത്തെ രൂപത്തിൽ വർണ്ണിക്കുന്നു. അപ്പം രൂപവർണ്ണനയുള്ള ദൈവത്തെ ആലാപനത്തിൽ രൂപരഹിതനാക്കണം. രൂപവർണ്ണനയുള്ള ദൈവത്തെ ആലാപനം കൊണ്ട് രൂപരഹിതമാക്കണമെങ്കിൽ ആലാപനം പുതിയൊരു പ്രകാരം സ്വീകരിക്കണം. ആ പ്രകാരം അർത്ഥത്തിൽ നിന്ന് ശബ്ദത്തിലേക്ക് വാക്കിനെ അടിച്ചു വരത്തലാണ്. അതുകൊണ്ട് ഹിന്ദുസ്ഥാനിയുടെ ആലാപനക്രമം എന്നത് ഒരു സവിശേഷമായ മതാത്മക ബോധവും മറ്റൊരു മതപാരമ്പര്യത്തിൽ നിന്ന് വന്ന പാഠപാരമ്പര്യവും തമ്മിലുള്ള ചേർച്ചയിൽ നിന്നാണ് ഈ ആലാപനക്രമം വികസിച്ചു വരുന്നത്. ഇങ്ങനെയാണ് കലയിൽ ചരിത്രം സന്നിഹിതമാകുന്നത് എന്ന് അദ്ദേഹം പല രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൽ സുന്ദരകല പാശ്ചാത്യവും പൗരസ്ത്യവും നോക്കിയാൽ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ജപ്പാൻകാരുടെ വികാരപരമായ അതിസൂക്ഷ്മത അവരുടെ അലങ്കാരപ്പണികളിൽ എങ്ങനെ തെളിഞ്ഞു വരുന്നു, ഫ്രഞ്ച് ബുദ്ധിയുടെ പ്രസാദാത്മകത എങ്ങനെയാണ് ഫ്രഞ്ച് ലിറിസിസത്തിൻ്റെ ഭാവഗാനത്തിൻ്റെ അടിത്തറയായത്, ഇറ്റാലിയന്മാരുടെ വൈകാരികത അവരുടെ സംഗീതത്തിൽ എങ്ങനെയാണ് പ്രക്ഷുബ്ധത സൃഷ്ടിച്ചത്, ജർമ്മൻകാരുടെ ക്ഷമയും പരിശീലനവും അവരുടെ ഗോഥിക് വാസ്തുശില്പങ്ങളായി രൂപാന്തരപ്പെട്ടത് എങ്ങനെയാണ് എന്നിങ്ങനെ വികാരപരമായ ഘടകങ്ങളെ പരിശോധിച്ചുകൊണ്ടും അതുപോലെ ചിന്താപരമായ വ്യത്യാസങ്ങളെ പരിശോധിച്ചുകൊണ്ടും സാങ്കേതിക വ്യത്യാസങ്ങളെ പരിശോധിച്ചുകൊണ്ടുമൊക്കെ അദ്ദേഹം ഈ രൂപനിർമ്മാണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒരു കാര്യം കൂടി അവിടെ കൗതുകമായിട്ട് പറയാം. ഇപ്പോൾ ഇംപ്രഷനിസത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ കേസരി പറയുന്നത് ഫോട്ടോഗ്രാഫിക് ദൃഷ്ടിയുടെ വരവാണ് ഇംപ്രഷനിസം ഉണ്ടാക്കിയത്. കാരണം ക്യാമറ യാഥാർത്ഥ്യത്തെ അതേപടി പകർത്തുന്നതോടെ പിന്നെ യാഥാർത്ഥ്യത്തെ പകർത്താനായിട്ട് പ്രത്യേകിച്ച് ഒരു കലാവസ്തുവിൻ്റെ ആവശ്യമില്ല, കലയുടെ ആവശ്യമില്ല. അതുകൊണ്ട് കണ്ടതിനെ പകർത്തുക എന്നുള്ളതിന് പകരം കണ്ടതുണ്ടാക്കിയ മനോഭാവത്തെ പകർത്തുക, സബ്ജക്റ്റീവ് റെൻഡറിങ് ഓഫ് ആൻ ഒബ്ജക്റ്റീവ് റിയൽ, വസ്തു യാഥാർത്ഥ്യത്തിൻ്റെ ആത്മനിഷ്ഠമായ പകർത്തലായിട്ട് കല മാറുന്നു, ഇംപ്രഷനിസ്റ്റിക് കല മാറുന്നു. അങ്ങനെ ഫോട്ടോഗ്രാഫിക് ദൃഷ്ടിയുടെ ഒരു അതിനോടുള്ള പ്രതികരണമായിട്ടാണ് ഇംപ്രഷനിസം വരുന്നത് എന്ന് പറയുന്ന കേസരി തന്നെ ഇംപ്രഷനിസ്റ്റ് കലയിലും ഫോട്ടോഗ്രാഫിക് ദൃഷ്ടി തുടരുന്നുണ്ട് എന്ന് മറുഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. അത് ദേഗായുടെ ചിത്രങ്ങളിൽ കാണുന്ന കട്ട് ഫ്രെയിംസിനെ കുറിച്ച് പറയുന്ന സമയത്ത് കേസരി പറയുന്നത്, അതായത് ഒരു നൃത്തരംഗം ചിത്രീകരിക്കുക, ആ നൃത്തരംഗം ചിത്രീകരിക്കുന്ന സമയത്ത് അറ്റത്തുള്ള നർത്തകിയുടെ ഒരു കൈ മാത്രം ക്യാൻവാസിലുണ്ടാവുക, അല്ലെങ്കിൽ അവളുടെ പാവാടയുടെ ഒരു അരികു മാത്രം ഉണ്ടാവുക. ഇങ്ങനെ ഒരു ദൃശ്യബോധം ഒരാൾക്ക് കൈവരുന്നത് ഫോട്ടോഗ്രാഫിക് ദൃഷ്ടിയുടെ ഫലമായിട്ടാണ്. കാരണം ഫോട്ടോഗ്രാഫിൽ മാത്രമാണ് ഒരു കൈയിൻ്റെ അറ്റം മാത്രം ഉണ്ടാവുക, ഒരു പാവാടയുടെ മൂല മാത്രം ഉണ്ടാവുക. ഒറിജിനലായിട്ട് വരയ്ക്കുന്ന സമയത്ത് നർത്തകിയെ ഒന്നുകിൽ മുഴുവനായിട്ട് വരയ്ക്കും, അല്ലെങ്കിൽ വരയ്ക്കില്ല. മറിച്ച് ഫോട്ടോഗ്രാഫി വരുന്ന സമയത്ത് ആ ഫ്രെയിമിൽ പെടുന്ന എല്ലാം ക്യാമറയിൽ വരും, ചിത്രത്തിൽ വരും. അങ്ങനെ ഫോട്ടോഗ്രാഫിക് ദൃഷ്ടിക്കെതിരായി വന്ന
ഇംപ്രഷനിസം മറ്റൊരു നിലയിൽ ഫോട്ടോഗ്രാഫിക് ദൃഷ്ടിയെ തുടരുന്നുമുണ്ട്. ഈ രണ്ടാമത്തത് മറ്റാരെങ്കിലും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ആദ്യത്തേത് എല്ലാവരും പറയും. ഫോട്ടോഗ്രാഫിയോടുള്ള കലാചരിത്രത്തിൻ്റെ പ്രതികരണമാണ് ഇംപ്രഷനിസം. കേസരി അവിടെ നിർത്തുന്നില്ല, ഫോട്ടോഗ്രാഫിയുടെ തുടർച്ചയും ഉണ്ട്. തുടർന്ന് അദ്ദേഹം പറയുന്നത് ഫോട്ടോഗ്രാഫിയുടെ വരവോടെ കലയ്ക്ക് പിന്നിലെ വ്യക്തിപരമായ ആധികാരികത എന്ന ആധുനിക സങ്കല്പം ശിഥിലമാകും. ഇത് കേസരി എഴുതുന്നത് 1940 വാൾട്ടർ ബെഞ്ചമിൻ ആർട്ട് ഇൻ ദ ഏജ് ഓഫ് മെക്കാനിക്കൽ റീപ്രൊഡക്ഷൻ ജർമ്മൻ ഭാഷയിൽ എഴുതുന്നത് 55 ഇംഗ്ലീഷിൽ അത് പുറത്തു വരുന്നത് 72. ഫോട്ടോഗ്രാഫിയുടെ വരവോടെ കലയുടെ ആധികാരികത, വ്യക്തിപരമായ ആധികാരികതയ്ക്ക് മേൽ ഉറച്ചു നിൽക്കുന്ന കലാസങ്കല്പത്തിൻ്റെ നിഗൂഢത അവസാനിക്കും, കല ജനാധിപത്യത്തിലേക്ക് പ്രവേശിക്കും എന്ന് കേസരി വാൾട്ടർ ബെഞ്ചമിൻ ഈ ആശയം പറയുന്നതിന് ഏതാണ്ട് 25 കൊല്ലം മുമ്പ് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ചിന്തിച്ച ഒരാളുടെ പേരാ കേസരി ബാലകൃഷ്ണപിള്ള. അല്ലാതെ നമ്മുടെ സാമാന്യ നിരൂപകരുടെ ഗണത്തിൽ സാഹിത്യത്തെക്കുറിച്ചും കലയെക്കുറിച്ചും അവിടെ ഇവിടെയും എന്തെങ്കിലും പറഞ്ഞ